ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ ചെട്ടപ്പട്ടയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ 3 രൂപയുടെ ബൈക്കിലാണ് പോയത്. ചേട്ടനാണെങ്കിൽ നമ്മൾ ഇറങ്ങാൻ ലേറ്റായിട്ട് കുറച്ച് കലിപ്പ് മൂടായത്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഗിഫ്റ്റ് ഇന്ന് കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ കുഞ്ഞുമണീനെയൊക്കെ ഒരുക്കി തലയിൽ റോസാപ്പൂവിൻ്റെ ക്ലിപ്പൊക്കെ വെച്ച് സുന്ദരി മണിയാക്കി ചേട്ടൻ കുക്കിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നമ്മൾ ഭയങ്കര ആയിട്ട് അങ്ങനെ പോവാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ പെട്ടെന്നാണ് ഇറങ്ങിയത് പോയത്. കുറച്ച് ദൂരെയായിരുന്നു കല്യാണത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ 3 രൂപയുടെ ബൈക്കിലാണ് പോയത്. എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ എങ്ങനെയൊക്കെയോ ഇഷ്ടപ്പെട്ടയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ പോയപ്പോൾ മുടിയൊക്കെ അലങ്കോലമായി. കുഴപ്പമില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആരും വന്നിട്ടില്ലായിരുന്നു. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ പോസ്റ്റായിരുന്നു കുറേ നേരം. പിന്നെ ഏട്ടൻ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു. മട്ടൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുമണിക്ക് നമ്മളൊരു പ്ലേറ്റിൽ കൊടുത്തു. അവിടെ അത് എങ്ങനെയൊക്കെ കുറച്ച് മട്ടനും ബീഫൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. എനിക്ക് അലർജി ഉണ്ട്. ഇതൊക്കെ കയറ്റി കഴിച്ച് എല്ലാം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെ നമ്മൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഐസ്ക്രീമൊക്കെ കാണിച്ച് കഴിച്ച് കുഞ്ഞുമണി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഭയങ്കര താമസിച്ചായിരുന്നു കല്യാണം തുടങ്ങിയത്. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മളവിടുത്തെ നാരങ്ങ കുടിച്ച്. പിന്നെ നമ്മൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ട് പറഞ്ഞു എന്നെയും കൂടെ ഒന്ന് കാണിക്കുക. ചേട്ടൻ ഐസ്ക്രീം ഒന്നും കുടിച്ചില്ല. ബിരിയാണി കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം ഷുഗർ ഡയറ്റാണ്, അതുകൊണ്ട് ഐസ്ക്രീം കുടിക്കൂലെന്ന്. പിന്നെ എന്തോ ചെയ്യട്ടെ, ഇതൊക്കെ എന്ത് ഡയറ്റല്ലേ. പിന്നെ കുഞ്ഞുമണി അവിടെ ഭയങ്കര ഡാൻസായിരുന്നു. പാട്ടൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര പാട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എല്ലാ കല്യാണത്തിനും അറിയാമല്ലോ, ചെറുക്കൻ്റെ പെണ്ണിനെയൊന്നും കറക്റ്റ് കാണാൻ പറ്റില്ല. ആൾക്കാർ വന്നായിരുന്നു അങ്ങ് നിൽക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുഞ്ഞുമണിക്ക് അവിടെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അവരുമായിട്ട് ഭയങ്കര കളിയൊക്കെയായിരുന്നു. ചിക്കൻ്റെ ആൾക്കാർക്കൊക്കെ ബ്ലാക്ക് ആയിരുന്നു ഡ്രസ് കോഡ്. കൊള്ളായിരുന്നു, എല്ലാവരും നല്ല രസമായിരുന്നു. പിന്നെ ചെക്കനെ കാണാൻ പറ്റിയില്ല. പിന്നെ ഓഡിറ്റോറിയത്തിൽ ചെന്നിരുന്നപ്പോഴാണ് ചെക്കനെ കാണാൻ പറ്റിയത്. പിന്നെ കുഞ്ഞുമണിയുടെ ഡാൻസ് ചേച്ചിമാരുടെ കൂടെ ഭയങ്കര ഡാൻസായിരുന്നു. 3 കുഞ്ഞു മക്കൾ, നല്ല പിള്ളേരായിരുന്നു. പിന്നെ നമ്മുടെ ചെക്കനും പെണ്ണും ഒക്കെ വന്ന് നല്ല ഫങ്ഷനായിരുന്നു. ചേട്ടൻ്റെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര